ഒരു കാലത്ത് കേരളത്തിൽ മഴയുടെ ലഭ്യത കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം, ഒരു 2 മഴയോ അല്ലെങ്കിൽ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ കേരളം വെള്ളത്തിൽ മുങ്ങുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഉരുൾപൊട്ടലും അതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു കണ്ടന്റ് എടുത്ത് ഷെയർ ചെയ്യാമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ ഇതൊരു വീഡിയോ ആക്കി ഷെയർ ചെയ്യുന്നത്. ഒരു 90s അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളൊരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വരൾച്ച വളരെയധികം കേരളത്തിനെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എത്രത്തോളം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അത് ബാധിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നല്ല ഓർമ്മയുള്ളത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ 7 മണി കഴിഞ്ഞാൽ, എനിക്കൊന്ന് 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും കറണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പവർ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ മിക്കവാറും ഇങ്ങനെ ബൾബ്, അന്നത്തെ കാലത്ത് ഈ CFL ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, CFL എന്നുള്ള LED ഇതൊന്നും ഇല്ലായിരുന്നൊരു കാലമായതുകൊണ്ട് തന്നെ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉള്ള ബൾബാണ്. അപ്പോൾ ആ സാധനത്തിൽ ഇങ്ങനെ ഡ്രിപ്പായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് കുറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചിമ്മിനി വിളക്ക് പോലെ ഇത് ഇരിക്കും. പിന്നെ രാത്രി അതൊരു 10 മണിയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ യൂസേജ് കുറയുന്നതിനനുസരിച്ച് പവർ കൂടുന്നൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് റീസൺ പറയുമായിരുന്നത് വെള്ളത്തിൻ്റെ ലഭ്യത കുറവ്, ഡാമിൽ നിന്നുള്ള ഇടുക്കി ഡാമിൽ നിന്നുള്ള ഔട്ട്പുട്ട് കുറയുന്നു എന്നൊക്കെ ഉള്ള കുറേ റീസൺസാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ പവർ കട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് മേ ബി ഇന്നത്തെ കണക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടും ഇന്നതിൻ്റെ പകുതി കറണ്ട് യൂസ് ചെയ്തുകൊണ്ട് പഴയതിനേക്കാൾ മികച്ച ഔട്ട്പുട്ട് തരുന്ന ഒരുപാട് ഇലക്ട്രിക്കൽ ഡിവൈസസ് വന്നു. അത് എയർകോണിലൊക്കെ നമുക്കത് എടുത്തറിയാവുന്നതാണ്. അപ്പോൾ അതുമൊക്കെ ഒരു റീസൺ ആയെങ്കിലും കേരളത്തിൻ്റെ മഴയുടെ ലഭ്യത കുറവ് നികന്ന് വന്നതായിട്ടാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ മനസ്സിലായത്. കേരളത്തിലെ കാലാവസ്ഥ ആൻഡമാൻ ഹരിത വനങ്ങളാണ് നിയന്ത്രിച്ചിരുന്നത്. ഇതിങ്ങനെ വന്നിട്ട് വെട്ടി ഒരു 80 ആയപ്പോഴത്തേക്ക് കേരളത്തിലെ കാലാവസ്ഥയെ ബാധിച്ചു തുടങ്ങി. നമുക്കറിയാമോ, നമ്മുടെ മാക്സിമം അന്ന് ഹൈഡ്രോ പ്രോജക്ട്സുകളാണ്. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടാതെ വന്നത് ഈ ബൾബുകൾ, ഒരു 80s ബൾബുകൾ വന്നിട്ട് ചിമ്മിനി കിട്ടത്തില്ല, മിന്നി കത്തുകളേ ഉള്ളൂ. അന്ന് ഈ മറ്റുള്ള ബൾബുകളും ഒന്നുമില്ല. ഇതിങ്ങനെ വളരെ കാലഘട്ടമാണ്. ആ സമയത്താണ് mid-90s ആണ് വന്നിട്ട് അദ്ദേഹം അവിടെ വരുന്നത്. ഒരു ദിവസം അദ്ദേഹം ഒരു ജീവകൃഷി ചെയ്തു. 200 വർഷങ്ങൾക്ക് ശേഷമുള്ള മരങ്ങൾ മാത്രമേ മുറിക്കാവൂ. ഒന്ന്, ഈ മുറിക്കുന്ന മരങ്ങൾ എത്ര നമ്മുടെ ലോക്കൽ പോപ്പുലേഷൻ ആവശ്യമുണ്ടോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടേ മുറിക്കാവൂ. ഒരൊറ്റ ലോഗും എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇത് നിർബന്ധമാക്കി ഫിനിഷ്ഡ് പ്രോഡക്ട്സുകൾ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമില്ലാണ് ചാട്ടം സാമിൽ, ആൻഡമാനിൽ. ഇത് ബ്രിട്ടീഷേഴ്സിൻ്റെ ടൈമിലുള്ളതാണ്. ഈ ലോക്സുകൾ ഇത് വെള്ളത്തിൽ കടലിൽ വെട്ടിയിട്ടിട്ട് ഇത് കെട്ടി, ഇത് ചാട്ടം സാമിലിൻ്റെ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ്. അത് റോൾ ചെയ്ത് പോയി അവസാനം സായം കഴിഞ്ഞ് അത് വെട്ടേണ്ട രീതിയിലെല്ലാം അത് മുറിച്ച് അത് കൊണ്ടുവന്ന് ലോട്ട് ചെയ്യുന്നത് മുഴുവൻ മെഷീനാണ്. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഇത് തടികൾ അവർക്ക് വിൽക്കാം. 1. 2, ഈ ഫോറസ്റ്റ് കോർപ്പറേഷൻ പിന്നെ വേണ്ട. അപ്പോൾ പിന്നെ അവരെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങനെ അവരത് സ്കെൽട്ടൺ സ്റ്റാഫാക്കി മെയിൻറ്റെയിൻ ചെയ്തു. ഈ ഡെപ്യൂട്ടേഷനിൽ വന്നവരെയൊക്കെ തിരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചും അയച്ചു. അപ്പോൾ ഇവർക്ക് വലിയ ആക്ടിവിറ്റീസും ഇല്ലാതെ വരുമാനവും വന്നിട്ട് കുറഞ്ഞു. പിന്നെ അവർ കുറേ സ്ട്രൈക്കൊക്കെ ചെയ്ത് അവർ പിടിച്ചു നിന്നു. ഇത് എനിക്കെങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ, സാധാരണ ഞാൻ ഈ ശനിയാഴ്ചകളിൽ ഇദ്ദേഹത്തെ കാണാൻ പോയി കുറച്ച് നേരം എന്നത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡേ ബോറാവും, നീ സമയം കിട്ടുകയാണെങ്കിൽ വാ, നമുക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരിക്കാമെന്ന് പറയും. എന്നെ കിട്ടിയിട്ട് കുറേ കാലമായി. ഇത് പക്ഷേ ഇതിപ്പോൾ വിളി ഇത്രയും കാലത്തിനിടയിൽ ഞാൻ ആരുടെ മാറ്റില്ല എന്ന് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഓഫീസറുടെ പെർമിഷനോട് കൂടിയാണ് പോകുന്നത്. അത് അവിടെ ചെല്ലുമ്പോൾ ADC ചെന്നാത്തി എന്ന് പറയും, സിദ്ധാർത്ഥം വന്നിട്ട് പറഞ്ഞു വിടെന്ന് പറയും. ആദ്യമല്ലേ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ സംസാരിക്കും. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നിട്ട് 3 മെയിൻ വരുമാനമാണ് നമുക്ക്, റവന്യൂ വരുമാനമാണ് ആൻഡമാനിലുള്ളത്. 1 ഫോറസ്റ്റ്, തടി, 2 ഫിഷറീസ്, 3 ടൂറിസം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിർത്തിയത്. അപ്പോൾ പിന്നെ റവന്യൂയുടെ എന്തിനുണ്ടേ റവന്യൂ? ഉടനെ ചോദ്യമാണ്, എന്തിനുണ്ടേ റവന്യൂ? ഈ ആൻഡമാൻ നിക്കോബാറിൻ്റെ കംപ്ലീറ്റ് ബഡ്ജറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നതാണ്. അതെല്ലാം ഓരോരുത്തന്മാർ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്. ആ ബഡ്ജറ്റ് തന്നെ വന്നിട്ട് അധികമാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റിന് ശരിയായിട്ട് യൂട്ടിലൈസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല.
സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാതെയുള്ള ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഐലൻഡുകളാണിത്. ഇത് ഞങ്ങൾ വന്നിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗേറ്റ് വേ ആണ് ഇന്ത്യയുടെ. ഇതാണ് കാത്തു സൂക്ഷിക്കുന്നത്. അതാണ് ഇത്രയും അധികം ഡിഫൻസ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് ആ തടിയുടെ പൈസ വേണ്ട. നമുക്ക് വേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എനിക്ക് കേരളത്തെ സംരക്ഷിക്കണം, കേരളത്തിൻ്റെ കാലാവസ്ഥയെ കാത്തു സൂക്ഷിക്കണം. നീ ഒരു 10 വർഷം കഴിയുമ്പോൾ നീ എന്നോട് വന്ന് പറയും കാലാവസ്ഥ കേരളത്തിലെ മഴ പെയ്തു തുടങ്ങിയെന്ന്. ആ മഴയാണ് ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൻ്റെ വന്നിട്ട് അത് അന്നേരത്തെ ഒരു ക്രിറ്റിസിസം ആകും. അല്ല, എക്സസൈസ് മാറിയതല്ല, ഇതിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ നമ്മുടെ ഒറ്റ ഇത് എന്താ പറയുന്ന ഡാമുകളും അതിൻ്റെ ട്രെഞ്ചിങ് നടത്തുകയോ അതിനെ വന്നിട്ട് അതിൻ്റെ ഈ എന്താ പറയുന്ന അത് വെള്ളം കെട്ടി നിർത്താനുള്ള സൗകര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫ്ലഡ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഫ്ലഡ് ഉണ്ടാകുന്നു? എന്തുകൊണ്ടാണ് ഈ ഇതുണ്ടാകുന്നത്? അത് വന്നിട്ട് കടൽ വരെ ആ വെള്ളം ഒഴുകി കടൽ വരെ പോകാനുള്ള ഏതെല്ലാം സംവിധാനങ്ങൾ ആവശ്യമാണ് അതല്ലേ ചെയ്യാനുള്ളത്. അല്ല, മിസ് മാനേജ്മെൻ്റ് അല്ല, മിസ് ഇൻട്രസ്റ്റാണ് ഇത്. 1% പോലും ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക്. അവരുടെ പ്രയോറിറ്റി വേറെയാണ്. അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. അല്ലല്ല, അത് ഏറ്റവും കൂടുതൽ ഒരു 2005 ശേഷമാണ് ഈ നമ്മുടെ വരുന്ന ഈ ഹരിതവനങ്ങൾ, അതായത് ഗ്രീൻ ഫോറസ്റ്റ് തിരിച്ചു വന്നു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു മരം വെട്ടുമ്പോൾ ഈ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 10 മരം വയ്ക്കണം. അത് എന്ന് വെച്ചാൽ അവർ തന്നെ ഇത് മെയിൻറ്റെയിനിങ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കണം. ഇത് അങ്ങനെ നട്ടിട്ട് പോവുകയല്ല ചെയ്യാനുള്ളത്. ഇതൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് വന്നിട്ട് അതിൻ്റെ SOP ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ. ഇതിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യണം നിർബന്ധമായിട്ട്. അതിനുള്ള മീറ്റിങ്ങുകൾ കൂടി അതെല്ലാം ചെയ്തു, അതെല്ലാം ആയി ഉറപ്പ് വരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. നമ്മുടെ മലയാളികൾക്ക് എത്ര പേർക്ക് അറിയാം ഇത് ഒരാളിൻ്റെ വൺ മാൻ ആർമി മിഷൻ ആയിരുന്നു എന്നുള്ളത്? ഒരു കാര്യം പറയാം, വന്നിട്ട് ശ്രീ വക്കത്തിനെ പോലെ വന്നിട്ട് ഓൺ ദ സ്പോട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഞാൻ എൻ്റെ സർവീസ് ലൈഫിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഓഫീസേഴ്സിനെയൊക്കെ വന്നിട്ട് സ്നേഹിച്ചും വിരട്ടിയും ഒക്കെ വന്നിട്ട്. കാരണം എനിക്ക് അദ്ദേഹമായിട്ടുള്ള അസോസിയേഷൻ എൻ്റെ മനസ്സിൽ മാത്രമല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ നാട്ടിൽ ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ പ്രൗഡായിട്ട് പറയാം, നമുക്ക് വക്കത്തുകാരത് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്, യൂട്ടിലൈസ് ചെയ്തില്ല. പിന്നെ വക്കത്തുകാർ വളരെ ശാന്തരാണ്, ഒതുങ്ങി സഹിച്ചും. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക സെൻഡ് ഓഫ് അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്തിമ യാത്ര. ഇതല്ലായിരുന്നിരിക്കേണ്ടിയിരുന്നു. ഈവൻ ഗവർണർ ലഫ്റ്റനൻറ്റ് ഗവർണർ ആയിരുന്നിട്ട് ചാർജ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ നാട്ടിലെ വിസിറ്റ് സമയത്ത് വക്കം വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു. അല്ലല്ല, ആൻഡമാനിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് ADC ഒരു സർദാർജി ആയിരുന്നു, മിസ്റ്റർ പബ്ല. അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സുധാർത്ഥൻ, നിങ്ങളുടെ സ്ഥലമുണ്ടല്ലോ, ഇത്രയും ബ്യൂട്ടിഫുൾ സ്ഥലം. അത് ADC കൂടെ കാണുമല്ലോ, ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. വളരെ വളരെ ശാന്തം, വളരെ ആ പബ്ലിക്ക് വന്നിട്ട് വക്കത്തെ സ്നേഹിക്കുന്നത് അങ്ങ് നിറഞ്ഞ ഒരു ഇതായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് ഒരു പറയാണ്, അദ്ദേഹം മരിച്ചില്ലേ, ഇനി അദ്ദേഹത്തിൻ്റെ ഫേസിൽ പോയി കാണേണ്ട കാര്യമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്? അത് ആ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു ഇറപ്പറബിൾ ലോസാണ്. പക്ഷേ അദ്ദേഹം 80 വയസ്സ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അതും ഒരു വലിയ വയസ്സാണ്. ഉപേക്ഷിക്കുകയല്ല, വന്നിട്ട് ഒരുമിച്ച് എൻ്റെ ഫാമിലി, എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരൂ. അല്ലാതെ എനിക്ക് ഇത് ബാക്കിയുള്ളവർക്കൊരു പാഠം പോലെ അദ്ദേഹം ചെയ്തു, മാതൃകയാണ്. അതൊരു വലിയ കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാനുണ്ട്. ഒരു വലിയ മനുഷ്യനായിരുന്നു. ഒരു രാജ്യസ്നേഹി കൂടെയാണ്, അതും കൂടെ പറയാതിരിക്കാൻ പറ്റുകയില്ല. രാജ്യസ്നേഹിയാണ്. നല്ല. പക്ഷേ
പക്ഷേ ഇന്ന് കേരളം നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളും ഇതെല്ലാം വളരെ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നതാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിലൂടെ അദ്ദേഹം വാൺ ചെയ്തിരുന്നതാണ്. പക്ഷേ നമ്മൾ അത്രത്തോളം സീരിയസ് ആയിട്ട് അതിനെ കണ്ടില്ല. കേരളത്തിലെ മഴ കൂടുന്നതിനൊരു കാരണം അവിടുത്തെ റെയിൻ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണെന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് റെയിൻ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിന്ന് സഫീഷ്യൻ്റായിട്ട് വെള്ളം കിട്ടുന്നു, മഴ കിട്ടുന്നു. പ്രകൃതിപരമായിട്ട് തരുന്ന ആ പ്രകൃതിയുടെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് സ്വീകരിക്കുകയും അതിനെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വിനിയോഗിക്കുകയും സെയിം ടൈം അത് ഒരു ദുരന്തങ്ങളിലേക്ക് വഴി തെളിക്കാത്ത രീതിയിലുള്ള അതിനെന്തൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം അതും കൂടെ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പക്ഷേ ഇതിനെ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് നമുക്ക് ചിലപ്പോൾ കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ഇതൊരു കൺക്ലൂസീവ് മാനറിലൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കിയതല്ല, മറിച്ച് ചില ഇൻസ്റ്റിങ്സ് അതിനകത്ത് ഇപ്പോൾ ഷെയർ ചെയ്യേണ്ടതാണെന്ന് തോന്നിയ ചില ഇൻസ്റ്റിങ്സ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് അടുക്കി ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു വിഷ്വലാക്കി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിനകത്തൊരു കോൺട്രവേഴ്സ്യൽ കമൻറ്റിങ്ങിന് വലിയ പ്രസക്തി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കമൻസായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.